തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്കെത്തി ഡോക്ടർ. NHM ഡോക്ടറായ ജിത്തുവിനെയാണ് രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിനെ രക്തസാമ്പിൾ ശേഖരിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അരുൺ മോഹൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഇത് രോഗികൾ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത്? എന്താണ് സംഭവിച്ചത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. തെക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രമാണ് വെള്ളറട CHSC എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡോക്ടറായ ജിത്തു എന്ന് പറയുന്ന NHM ഡോക്ടറിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായത്. ഇന്നലെ രാത്രി എത്തിയ രോഗികൾക്കാണ് ഇത്തരത്തിൽ മദ്യപിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു സംശയത്തെ തുടർന്ന് അധികൃതരെ അറിയിക്കുകയും തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. വെള്ളറട പോലീസ് CI ഉൾപ്പെടെ എത്തിയ സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പാറശാല ആശുപത്രിയിലെത്തിച്ച് രക്തസാമ്പിൾ എടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പറയുന്നത് രക്തസാമ്പിളിന് കെമിക്കൽ പരിശോധന ഫലം കിട്ടിയാൽ മാത്രമേ മറ്റ് നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ മാസവും ഇത്തരത്തിലൊരു സംഭവം ഇതേ ഡോക്ടറിൽ നിന്ന് ഉണ്ടായതായും അനുഭവം ഉണ്ടായതായും ഇവിടെയുള്ള പ്രദേശവാസികളും നാട്ടുകാരും പറയുന്നു. എന്തായാലും വളരെ ഒരു ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഏറെ നാട്ടുകാർക്ക് ആശ്രയമുള്ള ഒരു ആശുപത്രിയാണ്. സാധാരണക്കാർ എത്തുന്ന ഒരു ആശുപത്രി ആകെയുള്ള ഡോക്ടർ ഇത്തരത്തിലാവുമ്പോൾ സ്വാഭാവികമാവും ജനങ്ങൾക്ക് ഒരു ആശങ്കയുമുണ്ട്. അശ്വതി, അതാണ് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഡോക്ടർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷേ അത് നിയമത്തിന് മനസ്സിലാകണമെങ്കിൽ തെളിവ് വേണം. അതുകൊണ്ട് തന്നെ രക്തപരിശോധനാ ഫലം വന്ന ശേഷമേ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയുള്ളൂ. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഡിസംബർ 19 വരെയാണ് ചലച്ചിത്രമേള. 26 വിഭാഗങ്ങളിലായി 206 ചിത്രങ്ങളാണ് ഇത്തവണ IFFKയിൽ പ്രദർശിപ്പിക്കുന്നത്. ആൻമേരി ജാസർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറിത്താനിയൻ സംവിധായകനുമായ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്ക് നൽകി ആദരിക്കും.